Muchi Gold and Diamonds. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരുമകനും നിറമരുത്തൂരിൽ ലീഗ് നേതാവ് നവകേരള സദസ്സിന്റെ ഭാഗമായ പ്രഭാത സദസ്സിൽ പങ്കെടുത്തു. നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുമ്പോഴാണ് ലീഗ് നേതൃത്വത്തെ പോലും ഞെട്ടിച്ച് പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ഒരാളും ലീഗ് നേതാവ് നവകേരള സദസ്സിൽ പങ്കെടുത്തത്. തിരൂരിൽ നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന പ്രഭാത സദസ്സിലാണ് ലീഗ് നേതൃത്വത്തെ പോലും ഞെട്ടിച്ച പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ഒരാളും ലീഗ് നേതാവും പങ്കെടുത്തത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരുമകൻ ഹസീബ് സക്കാഫ് തങ്ങളും മുസ്ലിം ലീഗ് നേതാവും മുൻ താന്നാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പി ഇബ്രാഹിം മാസ്റ്ററുമാണ് മുഖ്യമന്ത്രിയുടെ പ്രഭാത സദസ്സിൽ പങ്കെടുത്തത്. നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് നേതൃത്വത്തെ പോലും ഞെട്ടിച്ച ലീഗ് നേതാവും പാണക്കാട് കുടുംബാംഗവും മുഖ്യമന്ത്രിക്കൊപ്പം പ്രഭാത സദസ്സിൽ പങ്കെടുത്തത്. പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ പങ്കെടുത്തത് ലീഗ് നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. മെമ്പർമാരായി ജനപ്രതിനിധികളായി പങ്കെടുത്തത് വളരെ കഷ്ടപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവർക്ക് കൂടി ഒരു പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിൽ ശരിയായ രീതിയിൽ പരിശോധിച്ചിട്ട് മതി. എനിക്ക് കമല ടീച്ചർ മല്ലിക ടീച്ചർക്ക് ഒന്നും വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളൊക്കെ സർവീസ് പെൻഷൻ വാങ്ങുന്നവരാണ്. അല്ലാതെ തന്നെ കഷ്ടപ്പെട്ടിരുന്ന ദീർഘകാലം പഞ്ചായത്തിലും ജില്ലയിലൊക്കെ മെമ്പർമാരും ആളുകളായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ജനപ്രതിനിധികൾക്ക് ഒരു ചെറിയ എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കാവുന്ന ഒരു സംവിധാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാൻ ചുമതലപ്പെടുത്തുകയാണ്. ആ പദ്ധതി യാഥാർത്ഥ്യമാകും എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പ്രതീക്ഷ. അത് യാഥാർത്ഥ്യമാകുന്നത് വഴി ഒരു തലമുറകളുടെ തന്നെ വികസനം സാധ്യമാകുന്ന ഒരു പദ്ധതിയാണ്. അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പിന്തുണ. വികസന കാര്യങ്ങളിൽ കൂടെ നിൽക്കുക എന്നത് മാത്രമാണ് താൻ ചെയ്തതെന്നാണ് ഹസീബ് സക്കാഫ് പറയുന്നത്. ആദ്യകാല ജനപ്രതിനിധികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നത് സംബന്ധിച്ചാണ് ലീഗ് നേതാവ് ഇബ്രാഹിം മാസ്റ്റർ സംസാരിച്ചത്. എന്തായിരുന്നാലും ഇരുവരുടെയും നിലപാട് പാർട്ടിയിൽ വലിയ ചർച്ചകൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത്.